ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളെ ഉണ്ടാക്കിയത് പാരന്റ്സ് ആണ്. അവരാരും മോശക്കാരല്ല, അവര് ഒരുപാട് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും എനിക്ക് എതിരെ അഭിപ്രായം ഇല്ല. പക്ഷെ മുക്കിന് അവരെ പോയി കൺസൾട്ട് ചെയ്യുന്ന ഇവരാണ്. ചിത്രശലഭം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അത് മെഡിസിനെ പറ്റിയിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് അല്ലേ? അതെ. അതിനകത്ത് ദേവൻ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട്. ദേവൻ ഒരു സ്ത്രീക്ക് എന്തൊരു കിടിലം മീൽസ് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയത് താർത്താണ്. ഞാൻ സെൽഫ് കോംപ്ലിമെന്റ് ചെയ്യണം അല്ല, സെൽഫ് കോംപ്ലിമെന്റ് അല്ല, ഇത് എനിക്ക് എന്നോട് തന്നെയുള്ളൊരു ഉത്തരവാദിത്വമാണ്. നല്ല ഭക്ഷണം സ്വയം കഴിക്കുക എന്നുള്ളത്. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാനൊക്കെ എന്തെങ്കിലും ജീവിക്കുന്നത്. അത് എന്റെ റെസ്റ്റോറൻറ്റ് എന്നാലും എവിടുന്നായാലും അതൊക്കെ അവിടെ കിട്ടാൻ. ഈ ദേവൻ എന്ന് പറയുന്ന ഡോക്ടർ, അയാൾ ഒരു സ്ത്രീക്ക് എന്തോ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജയറാം കയറി വരുന്നു. ജയറാമല്ല, ബിജു മേനോൻ കയറി വരുന്നുണ്ട്. ജയറാമിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. അപ്പൊ ദേവൻ ഈ സ്ത്രീയോട് പറയുന്നതെല്ലാം ഭയങ്കര കുഴപ്പം പിടിച്ച രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പൊ ബിജു മേനോൻ ഇങ്ങനെ നോക്കുമ്പോ നീ നോക്കണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കും. ആ നിലയിലേക്ക് ആ ഡോക്ടറെ കൊണ്ടുപോയത് ആ രോഗിയാണ്. ആ ഡോക്ടർക്ക് താല്പര്യം ഉണ്ടായിട്ട് അത് ചെയ്യുന്നതല്ല. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിക്കണം. എന്താ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോട് ഇത്ര വിരോധം? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചെയ്യുന്നവർ ഭീരുക്കളാണ്, പേടിത്തൂറിയുള്ളൂ. അവർക്ക് എന്ത് ചെയ്താലും എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറണം, ആരും എന്നെ വിമർശിക്കരുത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയുകയാണെ, തൃപ്പൂണിത്തുറ ഒരു കടയുണ്ട്, ഒരു തടിച്ചിട്ടുള്ള ഒരു ചേട്ടനാണ് ഫ്രണ്ടിലിരുന്ന് നമുക്ക് ഹോട്ടലിൽ എല്ലാ കാര്യങ്ങളും മീൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു തരുന്നത്. ആളുടെ പേര് മൃണാളാണ്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റാ? എനിക്കറിയില്ല, അറിയാം. എന്റെ പേര് ഒരുപാട് പേര് തടിയെന്ന് മൊബൈലിൽ സേവ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരാളെ, ഇപ്പൊ ഇയാളെ അഭിദേവ് കാണാൻ വേണ്ടി ഞാൻ ഈ റെസ്റ്റോറന്റ് വരികയാണ്. അവർ ആ ചെയറിൽ അതുപോലെ ഇരിക്കുകയാണ്. ഞാൻ കയറി വരുമ്പോ അഭിദേവ് വിളിച്ചോണ്ടേ വരുന്നെന്ന് വെച്ചു. അവര് പുറത്തേക്ക് അല്ലേ, ഞാൻ പുറകിൽ നിന്ന് കാണുകയാണെങ്കിൽ റിങ് ചെയ്യുന്നത് തടിയെന്നായിരിക്കും സേവ് ചെയ്തത്. തടിയൻ മൃണാളിനെ തടിയെന്ന് സേവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മൃണാൾ യുണീക് നെയിമാണ്. എന്റെ പേര് വല്ല ഷാജിന്നോ ബിജുന്നോ ഒക്കെ ആണെങ്കിൽ തടിയൻ ബിജു സേവ് ചെയ്യേണ്ടി വരും. സേവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, അവരും ചെയ്യില്ലായിരിക്കും, പക്ഷെ ആരെങ്കിലും ചെയ്തു എന്ന് വരും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു കോമ്പിനേഷനിൽ ഫിക്സ് ആയി വന്നതായിരുന്നു. സോറി, സാമ്പാർ. ഒരു മിനിറ്റ്, ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. ലൈം പിക്കിള്, ഒരു നാല്. അപ്പൊ അവരുടെ ചുമലിന്റെ മോളിൽ കൂടെ അവരുടെ മൊബൈൽ റിങ് ചെയ്യുന്ന ഞാൻ കാണാണ്. എന്റെ പേര് ബിജു എന്നാണ്, തടിയൻ ബിജു. എന്റെ തടിയിൽ എനിക്ക് അപകർഷത ബോധം ഇല്ലെങ്കിൽ, ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഇതിനൊരു പ്രശ്നം തോന്നണ്ട. എനിക്ക് ഇന്നലെ തോന്നിയിട്ടില്ല. അതാണ് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ. എടോ, ഇത്രയും തടിയുള്ള ഒരാളെ തടിയൻ എന്നല്ലാണ്ട് പിന്നെന്താ വിളിക്കുക? ബോഡി പോസിറ്റിവിറ്റി. അപ്പൊ ഏത് ബോഡി പോസിറ്റിവിറ്റി? അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവണം ഒരു മനുഷ്യൻ. മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് തന്റെ മനസ്സ് ലോലാവുന്നുണ്ടെങ്കിൽ താൻ ലോലായതുകൊണ്ട് അതിലെന്ത് പ്രശ്നം? പക്ഷെ അതേ സമയത്ത് തടീനെ കളിയാക്കുന്ന വേറെ പ്രശ്നമാണ്. ഒരാൾ തീരുമാനിക്കുകയാണ് മൃണാള് തടിയനാണ്, അതുകൊണ്ട് മൃണാളിന് ബുദ്ധിപരമായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മൃണാള് തടിയനാണ് അതുകൊണ്ട് തന്നെ മൃണാളിന് 100 മീറ്റർ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ മൃണാള് തടിയനാണ് അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇതൊന്നും ആരെങ്കിലും പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല, വെറുതെ പറയണം. അത് പറയുന്നതിന് വിവരക്കേട്, അത് എന്റെ പ്രശ്നമല്ല. ഈ അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ചാൽ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല, പ്രായം ഒരു എലമെന്റ് ആണ്. എന്റെ ചെറിയ പ്രായത്തില് ഈ ഹൈറ്റ് ഉണ്ടാവും. അന്ന്
ഒരാള്. അപ്പൊ എന്റെ അച്ഛന്റെ അച്ഛൻ CPM വലിയ നേതാവായിരുന്നു. എന്തൊരു ടേസ്റ്റാ. കുറച്ച് സാമ്പാർ, കുറച്ച് തൈര്, കുറച്ച് ലൈം പിക്കിളും. Absolutely fabulous. ഞാൻ അതുപോലെ ഒരു കാര്യം പറയാം. കുറച്ച് റൈസ്, കുറച്ച് റായ്ത്ത, ഒരു പീസ് ചിക്കൻ അതിന്റെ മേലെ, പിന്നെ ഇത് പുതിന ചട്നി അല്ലേ, ഇതും സൂപ്പർ അല്ലേ. ഗോപിയേട്ടൻ എപ്പോഴും പറയും ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കണമെന്ന്. ആ കോമ്പിനേഷൻ എവിടുന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാളെ ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്യില്ല. ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്താൽ തന്നെ ഇതേ വെജിറ്റബിൾ ആയിരിക്കൂല. ഇതൊക്കെ ചോദ്യം മറന്നില്ലേ? ഞാൻ ചോദ്യം മറന്നിട്ടില്ല. മറന്നു. നീ പറ, നീ എന്താ ചോദിച്ചേ? നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു അതെ, അച്ഛൻ CPIM നേതാവായിരുന്നു. പക്ഷെ എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്? എന്താ വിഷയം? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, ഒരു പ്രത്യേകതയുണ്ട്. പ്രായം നിനക്ക് ഓർമ്മയില്ല. അവരെ പിരിച്ചു വിടുക കൊള്ളുക. നിന്നെ അവരെ പിരിച്ചു വിടുകയാണെങ്കിൽ നിനക്ക് എന്റെ ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എടോ ഫ്രീ ഫുഡ് എടോ, എത്ര കിട്ടൂ? നിന്റെ ചാനൽ കിട്ടുമോ? അതിട്ടില്ല. പിന്നെ സ്നേഹം. നിങ്ങൾ ഈ പണ്ട് ഞാനും ക്യാൻറ്റീനുള്ളപ്പോഴേ രണ്ടാളും കൂടി ഒരു ചോറ് മേടിക്കും, എന്നിട്ട് റീഫിൽ ചെയ്ത് കഴിക്കും. നിങ്ങൾ അങ്ങനെ അയച്ചില്ല? നിങ്ങൾ റിച്ച് ആയതുകൊണ്ടാണ് രണ്ടാൾ റീഫിൽ ചെയ്യുന്നത്. ഞങ്ങൾ 4-5 പേര് റീഫിൽ. ദാരിദ്ര്യമല്ലേ ഇവിടെ റീഫിൽ എന്ന് പറഞ്ഞ. അപ്പൊ അച്ഛൻ CPIM നേതാവായിരുന്നു. അച്ഛന്റെ അച്ഛൻ CPM നേതാവായിരുന്നു. ഈ ബാലസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, കുട്ടികളെ സർഗാത്മകതയൊക്കെ ഉണർത്താൻ വേണ്ടി. അത് സ്ഥാപിച്ചതിൽ പെട്ട ഒരാളാണ്. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ വേറൊരു സംഘടന ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് തടിയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മെലിഞ്ഞായിരിക്കുന്നത്, ഉയരം കൂടുതൽ, അല്ലെങ്കിൽ ഒരു 15 വയസ്സായ പെൺകുട്ടിയുടെ ചെറുതാണ്, അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കരിമ്പാറയുണ്ട്. ഇതൊക്കെ കളിയാക്കുന്ന വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത യൂസ്ലെസ്സുകളുണ്ടല്ലോ. ബേസിക്കലി ദേ ആർ യൂസ്ലെസ് പീപ്പിൾ. അവരവരുടെ ജീവിതത്തിൽ തോൽവി ആയതുകൊണ്ടാണ് അവർ കളിയാക്കുന്നത്. അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നതുകൊണ്ടാണ് എന്നെ തടിയാന്ന് വിളിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ലാത്തത്. എന്നെ ഒരാൾ തടിയാന്ന് വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ത് തോൽവിയാണ്. ഞാൻ പുറത്ത് കാണിക്കില്ല, അത് ആബ്സല്യൂട്ട് തോൽവി. എന്റെ മനസ്സിൽ റിമൈൻഡർ ഇടും, ആ ചെക്കൻ അവൻ എന്റെ ജീവിതത്തിന്റെ പരിസരത്തിന് വരരുത്. തോൽവിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കി തടിയാന്ന് കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ ആരും വിളിച്ചിട്ടില്ല. കാരണം വിളിക്കാനുള്ള അവസരം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് വിളിക്കാൻ പറ്റണ്ടേ. അത് പോട്ടെ, നമ്മുടെ കോൺഫിഡൻസ് ആണ് എല്ലാം. അതാണ് ഞാൻ പറയുന്നത്. ഈ നോട്ടത്തിലുള്ള കോൺഫിഡൻസ് ആണ് എല്ലാം. പക്ഷെ ഈ ഹൈറ്റുള്ള 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബാലസംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇതൊന്നും ഈ പറയുന്ന പോലെ ഇന്ന് ആക്റ്റീവ് അല്ല. നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഫിലിം ക്ലബ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പടം എങ്ങനെ കാണണമെന്ന് നമുക്ക് അന്ന് വയലന്റ് ഫിലിംസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് സൈക്കോ നമ്മളെ കാണിച്ചിട്ടുണ്ട്, ഇരകൾ നമ്മളെ കാണിച്ചിട്ടുണ്ട്. സോ അപ്പൊ പറയായിരുന്നു ഇത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഈ പടം ഇങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന്. എന്താ വേണ്ട ഞാൻ ചമ്മന്തി കഴിച്ചോളാം. എന്റെ അടുത്ത് എടുത്തു നാളെ കംപ്ലൈന്റ് പറയാനല്ലേ പറ്റൂലോ. അല്ല, ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ആർജിക്കേണ്ടതാണ്. അതില്ലാതെ മണലാരണ്യം എന്ന് പറഞ്ഞ പോലെ ഇപ്പല്ലോ നിസ്സഹായരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും എത്തിപ്പെടാം. അത് ഏത് പ്രായത്തിലും എത്തിപ്പെടാം, ഏത് അവസ്ഥയിലും എത്തിപ്പെടാം. പക്ഷെ കുട്ടികൾ കൂടുതൽ അങ്ങനെയായിരിക്കും. അവരോടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ, പണ്ടുണ്ടായിരുന്നൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ടീച്ചർ, അമ്മായി, ആ ചേച്ചി, ഈ ചേട്ടൻ, അമ്മമ്മ, അച്ഛൻ, വായനശാല, ക്ലബ്ബ്, ഫുട്ബോള്, നീന്തൽ, ചിലപ്പോൾ അമ്പലക്കുളത്തിൽ നീന്താൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ
ഇത് സ്വിമ്മിംഗ് പൂൾ ആണല്ലോ അങ്ങനത്തെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോയിട്ട് എന്നെയാണ് ഇങ്ങനെ വിളിച്ചു എന്നിങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അവർക്കില്ല. അവരെ അത് ഹേർട്ട് ചെയ്യും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുന്ന ഒരുപാട് അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവും. അവരെ ഹേർട്ട് ചെയ്തിരിക്കാം. പക്ഷെ ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒറ്റ വഴിയുള്ളൂ. അത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ലോകം മുഴുവൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിന്റെ ഉത്തരം. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്.